പ്രിയപ്പെട്ടവരെ, മാർച്ച് 1 വൈകുന്നേരം 4:40 കഴിയുമ്പോഴുള്ള പുതിയ അപ്ഡേറ്റ്സാണ് ഇപ്പോൾ സൂചിപ്പിക്കുന്നത്. ഇന്നത്തെ സാഹചര്യത്തിൽ 3 ദിവസത്തേക്ക് സ്വകാര്യ മേഖലയ്ക്ക് റിമോട്ട് വർക്ക് ചെയ്യുന്നതാണ് ഉചിതം എന്ന രൂപത്തിൽ മിനിസ്ട്രി ഓഫ് ഹ്യൂമൻ റിസോഴ്സസ് ഒരു നിർദ്ദേശം സ്വകാര്യ മേഖലയ്ക്ക് മുന്നോട്ട് വച്ചിട്ടുണ്ട്. വേണമെന്നുള്ളവർക്കത് സ്വീകരിക്കാൻ പറ്റുന്നതാണ്. അതായത് മാർച്ച് 1, 2, 3 തീയതികളിൽ റിമോട്ട് വർക്ക് ചെയ്യാം. വർക്ക് ഫ്രം ഹോം എന്ന രൂപത്തിലാണെങ്കിൽ അങ്ങനെ ചെയ്യാം എന്ന രൂപത്തിൽ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഗ്ലോബൽ വില്ലേജ് എന്നും അടച്ചിടുമെന്ന് അറിയിച്ചിട്ടുണ്ട്. ജബൽ ജയ്സ് ഇനി ഒരു അറിയിപ്പുണ്ടാവുന്നതുവരെ തുറക്കില്ല എന്ന കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട്. അതുപോലെ CBSE 10ാം ക്ലാസും 12ാം ക്ലാസും ബോർഡ് എക്സാംസ് മിഡിൽ ഈസ്റ്റ് മേഖലയിൽ മാറ്റിവെക്കുന്നതായി അറിയിച്ചിട്ടുണ്ട്. ഇതിനിടയിൽ NCMA എന്ന അതോറിറ്റി പറയുന്ന ഒരു കാര്യം ഇന്ന് രാവിലെയൊക്കെ വന്നിരിക്കുന്നത്, സിറ്റുവേഷൻ ഇപ്പോൾ നോർമലായി വരികയാണെന്ന മെസ്സേജ് ചില ആളുകൾക്കെങ്കിലും കിട്ടിയിട്ടുണ്ട്. ഈ രാജ്യം സുരക്ഷിതമാണ് എന്ന അർത്ഥത്തിലുള്ള സന്ദേശമാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഇതിനിടയിൽ ദുബായിൽ നിന്നുള്ളൊരു എപ്പോഴും നമുക്ക് ഓരോരുത്തരും പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമാണ്, ഞങ്ങൾ താമസിക്കുന്ന സ്ഥലത്ത് സ്ഫോടന ശബ്ദങ്ങൾ കേൾക്കുന്നു, എന്ത് ചെയ്യണം, എന്താണ് സാഹചര്യം, അടിക്കടി കേൾക്കുന്നു, ഓരോ മിനിറ്റിലും കേൾക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് സന്ദേശങ്ങൾ വരുന്നതാണ്. ഇതിൻ്റെയൊക്കെ മറുപടി ഇന്റർനാഷണൽ കോർപ്പറേഷൻ വകുപ്പിന്റെ മന്ത്രിയായിട്ടുള്ള ഹെർ എക്സലൻസി റീമൽ ഹാഷ്മി CNN പറഞ്ഞ കാര്യം ഇവിടെ ഞങ്ങൾ ഉദ്ധരിക്കുകയാണ്. മന്ത്രി പറയുന്നത് എങ്ങനെയാണ്? നിങ്ങൾ ശബ്ദം കേൾക്കുന്നുണ്ട്, വളരെ ലൗഡായിട്ടുള്ള ശബ്ദം കേൾക്കുന്നുണ്ട്, സ്വാഭാവികമായിട്ടും ആശങ്കയുണ്ടാവും. പക്ഷേ ഒരു കാര്യം ഉറപ്പുവരുത്തിക്കോളൂ, നിങ്ങൾ സുരക്ഷിതരാണ്. അത് സ്വദേശികൾ മാത്രമല്ല, പ്രവാസികൾ മാത്രമല്ല, ഇവിടെ സന്ദർശനത്തിന് വരുന്ന വിസിറ്റേഴ്സ് ആയിട്ടുള്ള ആളുകൾ പോലും ഈ രാജ്യത്ത് കഴിയുമ്പോൾ സുരക്ഷിതരാണെന്ന് മന്ത്രി പറയുന്നതിന് പിന്നിൽ അവർ ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ വൈഭവം കൂടി സൂചിപ്പിക്കുന്നു. അത്രയ്ക്ക് വെൽ പ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ള ഒരു മിസൈൽ പ്രതിരോധ സംവിധാനം ഉള്ള രാജ്യമാണിത് എന്ന് ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ പറയുന്നത് എന്നാണ് മന്ത്രി സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് ശബ്ദം കേൾക്കുന്നത് തന്നെ ഇത് വന്ന് വീഴുന്നതിൻ്റെതല്ല, മറിച്ച് അന്തരീക്ഷത്തിൽ വെച്ച് എയർ ടു എയർ മിസൈൽ പ്രതിരോധ സിസ്റ്റം സജീവമാകുമ്പോൾ അതിനെ പ്രതിരോധിച്ച് തകർക്കുന്നതിന്റെ ശബ്ദമാണ് കേൾക്കുന്നത്. അതിന്റെ അവശിഷ്ടങ്ങൾ വന്നു വീണിട്ടാണ് ആർക്കെങ്കിലുമൊക്കെ പരിക്ക് പറ്റുന്നെങ്കിൽ പറ്റിയിട്ടുള്ളത് എന്ന കാര്യം മന്ത്രി ഓർമ്മിപ്പിച്ചു. അതൊക്കെ നമ്മുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്ന കാര്യമാണ്. ഒരുപാട് നമുക്കറിയാലോ, ഒരുപാട് ആളുകൾക്ക് ഈ ഒരു മാനസിക പ്രശ്നം പോലെയായി മാറുന്ന സന്ദർഭങ്ങളുണ്ട്. ഇങ്ങനെ രാത്രി കിടക്കുമ്പോൾ ഇത് ഉറക്കത്തിൽ ഇങ്ങനെതാ മിസൈൽ വരുന്നു, ഡ്രോണുകൾ വരുന്നു, അങ്ങനെ സംഭവിക്കുമോ, ജനാല വാതിലുകൾ ഇതിന്റെ ഒന്നും അടുത്ത് നിൽക്കരുതെന്ന് പറയുന്നു, പക്ഷെ ഞങ്ങൾ കിടക്കുന്നത് അങ്ങനെയാണ് എന്നിങ്ങനെയുള്ള ആശങ്കകളുമായിട്ട് രാത്രി ശബ്ദം കേൾക്കുന്നു, ഉറങ്ങാൻ പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ഇന്നലെയും ഇന്നൊക്കെ വിളിക്കുന്ന ആളുകളുടെ എണ്ണം കൂടുതലല്ലേ. അപ്പോൾ ഈ സന്ദർഭത്തിൽ എന്താണ് അതിന്റെ ഏറ്റവും വലിയ ആത്മവിശ്വാസം പകരുന്ന കാര്യമാണ് മന്ത്രി ഹെർ എക്സലൻസി റീമൽ ഹാഷ്മി പറഞ്ഞിരിക്കുന്നത്. നമ്മൾ സുരക്ഷിതരാണെന്ന് ആദ്യം വിശ്വസിക്കുക. നമുക്കൊരു ആശങ്കയുണ്ട്, പേടിയുണ്ട്, അതെല്ലാം ശരിയാണ്, പക്ഷേ നിങ്ങൾ സുരക്ഷിതരാണ് എന്ന് വിശ്വസിക്കാനാണ് പറയുന്നത്. ദുബായിൽ 2 വീടുകളുടെ മുറ്റത്ത് ഇങ്ങനെ അവശിഷ്ടങ്ങൾ വന്നു വീണു. ഇന്റർസെപ്റ്റ് ചെയ്തതിനു ശേഷം 2 പേർക്ക് പരിക്ക് പറ്റി എന്ന കാര്യം ദുബായ് മീഡിയ ഓഫീസ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. മറ്റൊരു കാര്യം, ഹോർമൂസ് കടലിടുക്ക് അടച്ചിട്ടതിനെ തുടർന്നുള്ള സാഹചര്യത്തെ ലോകം നേരിടുകയാണ്. 150ഓളം കപ്പലുകൾക്ക് നിർദ്ദേശം കൊടുത്തു ഇതുവഴി വരരുത്, അല്ലെങ്കിൽ അവർ തന്നെ ഒഴിവായി അങ്ങോട്ട് മാറിപ്പോകുന്നു. അതനുസരിച്ച് വരും ദിവസങ്ങളിൽ എണ്ണവിലയൊക്കെ മാറ്റം വരാനുള്ള സാധ്യതയുണ്ട് എന്ന കാര്യം. UAE പ്രസിഡന്റിന്റെ നയതന്ത്ര കാര്യങ്ങളുടെ ഉപദേഷ്ടാവ് ഹിസ് എക്സലൻസി അൻവർ ഗർഗാഷ് പറഞ്ഞിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, ഗൾഫ് രാജ്യങ്ങളെ ഇറാൻ ആക്രമിക്കാൻ വേണ്ടി മുതിർന്നപ്പോൾ യഥാർത്ഥത്തിൽ ഇറാൻ വീണ്ടും ഒറ്റപ്പെട്ടിരിക്കുകയാണ് എന്നുള്ള കാര്യമാണ്. അത് വളരെ ശ്രദ്ധേയമായി മനസ്സിലാക്കേണ്ട പോയിന്റാണ്. ഒപ്പം UAEയുടെ പ്രഖ്യാപിതമായ ഒരു നയം കൂടി വെളിവാക്കപ്പെടുന്നത്, UAEയുടെ മണ്ണിൽ നിന്ന് ഇറാനെ ആക്രമിക്കാൻ വേണ്ടി അവസരം കൊടുത്തിട്ടില്ല എന്നുള്ളത് നേരത്തെ പറഞ്ഞ കാര്യമാണ്. കൊടുത്തിട്ടില്ല, കൊടുക്കില്ല എന്നുള്ള കാര്യം വ്യക്തമായി വീണ്ടും പറഞ്ഞിട്ടുണ്ട്. ഇതുവരെ ഒമാൻ ഒഴികെയുള്ള മറ്റു രാജ്യങ്ങളെയാണല്ലോ ഇറാൻ ആക്രമിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ ഇന്നത്തെ റിപ്പോർട്ട് വരുമ്പോൾ ഒമാനും ആ പട്ടികയിൽ കടന്നു വരികയാണ്. ഒമാൻ ഒത്തിരി സമാധാന സംഭാഷണങ്ങൾക്ക് മധ്യസ്ഥനായി നിന്നുകൊണ്ട് സംസാരിച്ചാണ് അമേരിക്കയ്ക്കും ഇറാന്റെയും ഇടയിൽ. ഒരു ഓയിൽ ടാങ്കർ, അത് മുസന്തം ഗവർണറേറ്റിൽ വരുന്ന കസബ് ഭാഗത്ത് വെച്ചിട്ടാണ് ഒരു ഓയിൽ ടാങ്കർ. അതിൽ 20 പേരുണ്ടായിരുന്നു. 15 ഇന്ത്യക്കാരും 5 ഇറാൻ സ്വദേശികളുമാണ്.
അവർക്ക് നേരെയാണ് ഒരാക്രമണം ഉണ്ടായിരിക്കുന്നത് ഇറാന്റെ ഭാഗത്തു നിന്ന്. അതിൽ 4 പേർക്ക് പരുക്ക് പറ്റി, അവരെ ആശുപത്രിയിലാക്കി, എല്ലാവരെയും ഇവാക്യുവേറ്റ് ചെയ്തു വിജയകരമായിട്ട് എന്നാണ്. അതിന്റെ കപ്പൽ വന്ന ഒരു ടാങ്കർ റിപ്പബ്ലിക് ഓഫ് പലാവു, അതായത് പസഫിക് ഓഷനിലുള്ള ഒരു ദ്വീപാണ് പലാവു, അവിടെ നിന്ന് വന്ന ആ പതാക പേരുന്ന ഒരു കപ്പലാണ്, ഓയിൽ ടാങ്കറാണ് ആക്രമിക്കപ്പെട്ടത്. പക്ഷേ ആർക്കും ഒരു പ്രശ്നവും പറ്റിയിട്ടില്ല എന്നുള്ള കാര്യം മനസ്സിലാക്കണം. അതേസമയം ഈ അറബിക്കടലിന്റെ തീരത്തുള്ള ഒമാന്റെ ഭാഗമായിട്ടുള്ള ദുഃഖം എന്ന് പറയുന്ന സ്ഥലത്തുള്ള പോർട്ട്, ആ പോർട്ടിൽ ഒരു വർക്കർക്ക് ഇഞ്ചുറി ഉണ്ടായിട്ടുണ്ട്, ഡ്രോൺ അറ്റാക്ക് നടന്നു എന്ന കാര്യം. അപ്പോൾ ഒമാനിൽ ഇങ്ങനെ 2 സംഭവങ്ങൾ ഉണ്ടായിരിക്കുകയാണ്. ഒമാൻ എയർ ഇന്നും നാളെയും സർവീസുകളൊക്കെ ക്യാൻസൽ ചെയ്തു എന്ന അറിയിപ്പ് ഇതിന്റെ കൂടെ ചേർത്ത് വെച്ച് നമ്മൾ വായിക്കണം. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം മനസ്സിലാക്കാനുള്ളത്, ഈ ആളുകൾ ഓരോ വാർത്ത കിട്ടുന്ന മുറയ്ക്ക് എന്താണ് ഏതാണെന്ന് നോക്കാതെ ഷെയർ ചെയ്ത് വാട്സപ്പ് ടു വാട്സപ്പ് ഇങ്ങനെ ഗ്രൂപ്പുകളിലൊക്കെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുമ്പോൾ ഈ ജബലലി പോർട്ടുമായി ബന്ധപ്പെട്ടൊരു കാര്യം, കഴിഞ്ഞ ദിവസം അവിടെ ജബലലി പോർട്ടിൽ ഒരു ബെർത്തിൽ ഈ അവശിഷ്ടം വന്ന് വീണിട്ട് അവിടെ തീ പിടിച്ചു എന്നുള്ള വാർത്ത ശരിയാണ്, എല്ലാവരും അംഗീകരിച്ച് നമ്മൾ അറിഞ്ഞതാണ്. അവശിഷ്ടം വന്ന് വീണപ്പോൾ അതിൽ ഇഞ്ചുറി ഒന്നും ആർക്കും ഉണ്ടായിട്ടില്ല. പക്ഷേ അതിന്റെ പേരിൽ പറഞ്ഞ് പ്രചരിപ്പിക്കുന്ന 2021 ജൂലൈ മാസം 7-ാം തീയതിയുള്ള ഒരു തീപിടുത്തവുമായി ബന്ധപ്പെട്ടൊരു പഴയ വീഡിയോ, അതാണ് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത്തരത്തിലുള്ള തെറ്റിദ്ധാരണ ജനിപ്പിക്കുന്ന പ്രചാരണങ്ങൾ ആളുകളെ വീണ്ടും ആശയക്കുഴപ്പത്തിലാക്കും, പേടിയുണ്ടാക്കും. അതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കണമെന്ന് മീഡിയ ഓഫീസ് വളരെ കർശനമായിട്ട് ആവശ്യപ്പെടുന്ന കാര്യം ശ്രദ്ധയിൽ വയ്ക്കണം എന്ന് ഞങ്ങൾ പറയുകയാണ്. ഇതിനിടയിൽ ടെൽ അവീവിൽ കനത്ത നാശനഷ്ടങ്ങൾ പല റെസിഡൻഷ്യൽ ഏരിയയിലും ഉണ്ടാക്കിക്കൊണ്ട് ഇറാന്റെ ഭാഗത്തുനിന്ന് മിസൈൽ ആക്രമണം നടന്നു എന്ന റിപ്പോർട്ടും അൽ ജസീറ അടക്കമുള്ള വിവിധ മാധ്യമങ്ങൾ റിപ്പോർട്ടായി നൽകുകയാണ്. ഇറാനിലാണെങ്കിൽ ആയത്തുള്ള അലി ഖാമിനിയുടെ മരണവുമായി അതിനെ തുടർന്നുള്ള സാഹചര്യത്തിൽ ജനങ്ങൾ തെരുവിലിറങ്ങിയിട്ട് 10,000ങ്ങൾ വിലപിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ, രോഷം പ്രകടിപ്പിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ ഒക്കെ മാധ്യമങ്ങളിലൂടെ കടന്നു വരികയാണ്. തൽക്കാലം പുതിയ നേതാവിനെ കണ്ടെത്തുന്നതുവരെ ആയത്തുള്ള അലി റസ അറഫിയെ ഇന്ററിം ചുമതല കൊടുക്കുന്നു എന്ന രൂപത്തിലുള്ള അറിയിപ്പും വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിനിടയിൽ ബഹ്റൈനിൽ ക്രൗൺ പ്ലാസ ഹോട്ടലിൽ ആക്രമണം ഉണ്ടായല്ലോ, അതേ തുടർന്ന് അമേരിക്ക തന്നെ വ്യക്തമായ ഒരു മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നു. ഒരൊറ്റ അമേരിക്കൻ പൗരന്മാരും ഈ ഹോട്ടലുകളിൽ, പ്രത്യേകിച്ച് 5 സ്റ്റാർ ഹോട്ടലുകളിൽ താമസിക്കുന്ന രീതി ബഹ്റൈനിൽ നിന്നൊന്ന് മാറണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഒരു അഡ്വൈസറി അവരുടെ ഭാഗത്തുനിന്ന് വന്നിട്ടുണ്ട്. ഇതിനിടെ UK പറയുന്നു ഇറാന്റെ ഭാഗത്തുനിന്ന് ചില മിസൈലുകൾ സൈപ്രസിനെ ലക്ഷ്യമാക്കി പോകുന്നത് കണ്ടു എന്ന അർത്ഥത്തിലും റിപ്പോർട്ട് പുറത്ത് വിട്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം വളരെ ക്രൂരമായ ഒരു ആക്രമണത്തെക്കുറിച്ച് ലോകം മുഴുവൻ ചർച്ച ചെയ്യുന്നത് സ്കൂൾ കുട്ടികൾ പഠിക്കുന്ന, ഇറാന്റെ സൗത്ത് ഭാഗത്ത് കുട്ടികൾ പഠിക്കുന്ന ഒരു സ്കൂളിലേക്ക് സംയുക്ത ആക്രമണം ഇന്നലെ രാവിലെ നടന്നപ്പോൾ അതിൽ 86 കുട്ടികൾ തത്സമയം മരിച്ചു എന്ന റിപ്പോർട്ട് വന്നല്ലോ. അത് ഇന്നിപ്പോൾ ഇസ്രായേൽ പറയുന്നത് ഞങ്ങൾ അതിനെക്കുറിച്ച് അറിഞ്ഞിട്ടില്ല, അങ്ങനെ സ്കൂൾ ആക്രമണം നടത്തുന്ന കാര്യമൊന്നും ഞങ്ങളുടെ അജണ്ടയിൽ വന്നിട്ടില്ല, അറിഞ്ഞിട്ടില്ല എന്ന രൂപത്തിൽ പറഞ്ഞിരിക്കുകയാണെന്നാണ് ആ റിപ്പോർട്ട് പറയുന്നത്. ഇങ്ങനെ വളരെ വ്യത്യസ്തങ്ങളായ വാർത്തകൾ വരുന്ന കൂട്ടത്തിൽ ഇന്ത്യ GCC രാജ്യങ്ങളുമായിട്ട് ഒരു ആശയവിനിമയം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്താണ് സാഹചര്യം എന്നത് മനസ്സിലാക്കാൻ വേണ്ടി കൂടിയാണ് ചെയ്യുന്നത്. ചൈന ആയത്തുള്ള അലി ഖാമിനിയെ കൊലപാതകം നടത്തിയ, വധിച്ച ആ രീതിയെ ശക്തമായി അപലപിച്ചു. ഇറാന്റെ സ്വാതന്ത്ര്യത്തിന് മേൽ കടന്നുകയറ്റമാണ് അമേരിക്കയും ഇസ്രയേലും ചേർന്ന് നടത്തിയിരിക്കുന്നത് എന്ന രൂപത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഇന്നിപ്പോൾ മാർപ്പാപ്പ സമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് എന്ന കാര്യം അറിയിച്ചു. ഞങ്ങൾക്ക് സമാധാനം പാലിക്കാൻ വേണ്ടിയുള്ള പ്രാർത്ഥനയിലേക്ക് മുഴുകാനാണ് താൽപര്യം, ഈ യുദ്ധത്തിൽ ആശങ്കയുണ്ട് എന്ന കാര്യവും മാർപ്പാപ്പ പറഞ്ഞതായി റിപ്പോർട്ടുകൾ വ്യക്തമാക്കുകയാണ്. ഇങ്ങനെയൊക്കെയുള്ള അറിയിപ്പുകളും കാര്യങ്ങളുമാണ് ഈ സമയത്ത് അറിയിക്കാനുള്ളത്. ഒരു കാര്യം കൂടി ഓർമ്മിപ്പിക്കാനുള്ളത്, ഈ ശബ്ദം ചുറ്റുവട്ടത്ത് കേൾക്കുന്നുണ്ട് എന്നുള്ളത് ശരി തന്നെയാണ്. അതിന് ഗവൺമെന്റ് വ്യക്തമായിട്ട് ആ സാഹചര്യത്തെ വിലയിരുത്തിക്കൊണ്ടുള്ള പല കാര്യങ്ങളും പറഞ്ഞത് നമ്മൾ മനസ്സിലേക്കെടുക്കണം. ആശങ്ക വെടിഞ്ഞുകൊണ്ട് നമ്മൾ പരമാവധി പുറത്തിറങ്ങി നടക്കുന്ന ഒരു സാഹചര്യം ആവശ്യമില്ലെങ്കിൽ ഒഴിവാക്കാൻ എല്ലാവരും പറയുന്നത്, അത് ബഹ്റിലും UAE ഒക്കെ പറയുന്നത്, അതനുസരിച്ച് മുന്നോട്ട് പോകുക. സൗദി അറേബ്യയിലാണെങ്കിൽ ഇന്റേണൽ ഫ്ലൈറ്റുകളൊക്കെ പലതും ഓടുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ നിന്ന് തന്നെ ഉംറയ്ക്ക് പോയ ഞങ്ങൾക്കറിയാവുന്ന 2 പേർ, അവരുടെ കാര്യം ഇന്ന് ഞങ്ങളോട് പറഞ്ഞ് പങ്കുവെക്കുകയാണ്. അവർ വെളുപ്പാങ്കാലത്തെ മദീനയിൽ നിന്നൊരു ഫ്ലൈറ്റിൽ റിയാദിൽ വന്നു. അത് ഞങ്ങളെ അപ്പോൾ അറിയിക്കുന്നുണ്ടായിരുന്നു. അവർക്കും ആശങ്ക ഉണ്ടായിരുന്നു ഫ്ലൈറ്റ് ഓടുമോ എന്നുള്ള. പക്ഷേ പ്രശ്നമില്ല, അവർ റിയാദിൽ വന്നിട്ട് റിയാദിൽ നിന്ന് അവർ കാറിൽ അബുദാബി സില ഭാഗത്തേക്ക് ഇപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്, എത്താറായിട്ടുണ്ട്.
എന്നിട്ട് അബുദാബിയിൽ നിന്ന് ഇങ്ങോട്ട് വരാൻ വേണ്ടിയുള്ള അങ്ങനെയൊക്കെ പല ആളുകളും. നമ്മുടെ തന്നെ 2 ജീവനക്കാർ ദുബായ് വാർത്തയുമായി ബന്ധപ്പെട്ട ഒമാൻ മലയാളവുമായി ബന്ധപ്പെട്ട 2 പേർ കഴിഞ്ഞ ദിവസം അങ്ങോട്ട് ഫ്ലൈറ്റിൽ ഒമാനിൽ പോയി. ഉച്ച കഴിഞ്ഞപ്പോൾ ഏതായാലും ഫ്ലൈറ്റ് പുറപ്പെടില്ല എന്നുള്ള വിവരം കിട്ടി. അവിടെ കുടുങ്ങിപ്പോകാതിരിക്കാൻ രാത്രിയുള്ള ബസ്സിലാണ് അവർ ഇന്ന് വെളുപ്പിന് മുമ്പ് തന്നെ ദുബായിലെത്തിയത് സുരക്ഷിതമായിട്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള GCCയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആയിപ്പോയ ആളുകൾക്ക് കരമാർഗം സഞ്ചരിക്കാനുള്ള മാർഗങ്ങൾ സൗദിയിലാണെങ്കിൽ ആഭ്യന്തരമായി വിമാനത്തിൽ സഞ്ചരിച്ചിട്ട് ഒരു കരയിൽ എത്തിച്ചേരാനുള്ള സാഹചര്യം ഒക്കെ ഇപ്പോഴും ബാക്കിയുണ്ട്. പിന്നെ ഉള്ളൊരു ആശങ്ക പങ്കുവെക്കുന്ന കാര്യം, അതിനൊരു മറുപടി ഗവൺമെന്റ് ഭാഗത്ത് നിന്ന് കിട്ടുമെന്ന് എല്ലാവരും പ്രതീക്ഷിച്ച് കാത്തിരിക്കുന്നൊരു കാര്യമുണ്ട്. ഈ വിസ അവസാന ദിവസമൊക്കെ ഇവിടെ നിന്നിട്ട് നാട്ടിൽ പോകാൻ വേണ്ടി ടിക്കറ്റ് എടുത്ത ആളുകളുണ്ട്. അവരുടെ വിസയൊക്കെ എക്സ്പയർ ആയി പോകുമ്പോൾ, ഓവറായി പോകുമ്പോൾ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും? ഫൈൻ കൊടുക്കേണ്ടി വരുമോ? അതേതായാലും ഫ്ലൈറ്റുകളൊക്കെ ഓപ്പണായി, എയർ സ്പേസ് ഒക്കെ തുറന്ന ശേഷം എന്തെങ്കിലും തീരുമാനം വന്നേക്കാം. പണ്ട് കോവിഡ് കാലത്തൊക്കെ മനുഷ്യത്വപരമായ ഒരുപാട് സമീപനം നമ്മൾ കണ്ടതല്ലേ. അതുപോലെ എന്തെങ്കിലും സാഹചര്യം ഉണ്ടാകാം എന്ന് നമുക്ക് കാത്തിരിക്കാം. അത് വരാൻ വേണ്ടി ഏതായാലും എയർ സ്പേസ് ഓപ്പൺ ആവട്ടെ, ഫ്ലൈറ്റുകൾ വീണ്ടും സജീവമാകട്ടെ. അപ്പോഴാണ് ആ വിഷയം നമുക്ക് സംസാരിക്കാൻ വേണ്ടി മുന്നോട്ട് വരിക. അതുവരെ നമുക്ക് തൽക്കാലം കാത്തിരിക്കുക മാത്രമേ നിർവാഹമുള്ളൂ. വരുന്ന മറ്റുള്ള അപ്ഡേറ്റുകളുമായി നമുക്ക് ഉടനെ തന്നെ വീണ്ടും കണ്ടുമുട്ടാം. താങ്ക് യു.